കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ചൊരു മരണം. ഇളകൊള്ളൂർ ലക്ഷം വീട് ഭാഗത്തെ വനജയുടെ വീടിനാണ് ഇന്നലെ രാത്രി തീപിടിച്ചത്. വനജയുടെ മകൻ മനോജാണ് തീപിടുത്തത്തിൽ മരിച്ചത്. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ വിവരങ്ങൾ നൽകും. ശശി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? ഈ വീടിന് തീപിടിച്ച സാഹചര്യം എന്താണ്? ആ വീട്ടിൽ ആ സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഇത്ര ഒരു സംഭവം ഉണ്ടാകുന്നത്. കോന്നി ഇളകൊള്ളൂർ ലക്ഷം വീട്ടിലെ വനജയുടെ വീടിനാണ് തീപിടിച്ചത്. ഈ സമയത്ത് വീട്ടില് വനജയും ഒപ്പം മകനും ഭർത്താവ് സോമനും ഉണ്ടായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പാണ് ഭർത്താവ് സോമൻ പുറത്തിറങ്ങുകയും വനജ വെളിയിലിറങ്ങുകയും ചെയ്ത സമയത്താണ് പെട്ടെന്ന് തീപിടിക്കുകയും വീട്ടിനുള്ളിലുണ്ടായിരുന്ന മഹേഷ് 42 വയസ്സുള്ള മഹേഷ് മരിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ തീപിടുത്തത്തിൽ ദുരൂഹത ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എത്തരത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷെ അതിനൊരു ദുരൂഹത പോലെ പറയുന്നത്, കാരണം ഇവർ അതിനു മുമ്പേ വീട്ടിൽ ചില വഴക്കുകൾ ഉണ്ടായതായി പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണത്തിലാണോ തീ പിടിച്ചതെന്നുള്ള കാര്യത്തിൽ, ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം നിൽക്കുന്നുണ്ട്. എന്തായാലും തീപിടുത്തത്തിൽ പെട്ടെന്ന് തന്നെ വെളിയിലിറങ്ങി വനജ നിലവിളിക്കുന്ന സമയത്തുള്ള ആളുകൾ ഓടിക്കൂടി പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുകയും ചെയ്തതാണ്. ഉടൻ തന്നെ വീട്ടിനുള്ളിൽ ഈ മനോജിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത് പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നിലവിൽ ഈ അയൽവാസികളൊക്കെ അടുത്തുണ്ടെങ്കിലും ഈ തീപിടുത്തം ഉണ്ടായ കാര്യം എങ്ങനെയാണെന്ന് അയൽവാസികൾ പോലും ഇപ്പോൾ പറയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഈ കാര്യം അന്വേഷിച്ചതിന് ശേഷമായിരിക്കും പറയുക. ഭർത്താവും സോമനും, അതായത് ഈ വനജയുടെ ഭർത്താവ് സോമനും മഹേഷും അതുപോലെ തന്നെ വനജയുമാണ് ഇവിടെ താമസിച്ചത്. 3 പേരും ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. ഭർത്താവ് സോമൻ പുറത്തു പോയതിനു ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹത അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. ഈ കോളനിയാണ്, അപ്പോൾ തൊട്ട് വീടുകളൊക്കെ ഉണ്ടാവും. മറ്റു വീടുകളിലേക്കൊക്കെ തീ പടരുന്ന ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ശ്രീജ, അത്തരത്തിലൊരു തൊട്ടടുത്ത വീടുകളാണ്, അടുത്ത ലക്ഷം വീടാണ്. അടുത്ത വീടുകളിലേക്ക് തീ പടരാതിരിക്കാൻ നാട്ടുകാർ തന്നെയാണ് ആദ്യം ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. പിന്നീടാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. ഫയർഫോഴ്സ് വന്ന ഉടൻ തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിലൊരു ദുരൂഹത ഉണ്ടെന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇവർ 3 പേരും മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിലും ചെറിയ ഇവര് വഴക്കുകൾ പരസ്പരം ഉണ്ടായിരുന്നു. ചില സംസാരങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സോമൻ എന്ന് പറയുന്ന ഈ മരണമടഞ്ഞ മഹേഷിന്റെ ഈ അച്ഛൻ സോമൻ പുറത്തു പോയതിനു ശേഷം ആണ് പെട്ടെന്ന് തീപിടുത്തമുണ്ടായത്. ആ സമയത്ത് തന്നെ വനജ വീടിന്റെ വെളിയിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷെ വീട്ടിനുള്ളിൽ മഹേഷ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹേഷ് വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പൂർണ്ണമായും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ്. മൃതദേഹം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിയിൽ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നിലവിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. പോലീസ് ഇത് വിവരം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമായിരിക്കും നമുക്കിത് എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് അറിയാൻ സാധ്യതയുള്ളൂ. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.